ഒരു ദിവസം വേട്ടക്കാരൻ ദൊപ്പയ്യ കാട്ടിൽ വേട്ടയ്ക്കിറങ്ങി. ഇന്ന് വെടിവെക്കണ്ട, ഒരു കുഴിയുണ്ടാക്കി മൃഗങ്ങളെ അതിൽ കുടുക്കാം. അങ്ങനെ ദൊപ്പയ്യ കുഴി കുഴിക്കാൻ തുടങ്ങി. കുഴി റെഡി. ഇനി ഇതിനുമേൽ കമ്പും ഇലകളും വെച്ച് മറയ്ക്കാം. ദൊപ്പയ്യ ചപ്പുചവറുകൾ വെച്ച് കുഴി മറയ്ക്കുന്നത് കബീഷ് കണ്ടു. ആ നശിച്ച കുരങ്ങിത് കണ്ടല്ലോ. ദൊപ്പയ്യ അടുത്ത് കിടന്ന ഒരു കമ്പെടുത്ത് കബീഷിനെ എറിഞ്ഞു. പോടാ അവിടുന്ന്. കബീഷ് ഒഴിഞ്ഞു മാറും മുമ്പേ ടൊക്ക്. അയ്യോ! അതോടെ കബീഷ് താഴെ വീണു. പ്തിം! ദൊപ്പയ്യ ഓടി വന്ന് കബീഷിനെ എടുത്തു. നിന്നെ കിട്ടിയടാ, സർക്കസുകാർക്ക് വിറ്റാൽ നല്ല കാശ് കിട്ടും. ദൊപ്പയ്യ കബീഷിനെ ഒരു മരത്തിൽ കെട്ടിയിട്ടു. എൻ്റെ പണി തീരുന്നതുവരെ ഇവിടെ നില്ല്. ദൊപ്പയ്യ വീണ്ടും കുഴിയുടെ മേൽ ചപ്പുചവറുകൾ നിറച്ചു. 1-2 മാനിനെ കിട്ടിയാൽ കുശാലായി. ഒരു കുരങ്ങും 2 മാനും. ഹഹഹാ! ഇതിനിടെ കബീഷിന് ബോധം വന്നു. ഈ കെട്ട് എങ്ങനെ അഴിക്കും? അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. ഹഹഹാ! സൂത്രമുണ്ട്. പണി കഴിഞ്ഞു. ഇനി മാനുകളെ ഈ വഴിക്ക് ഓടിച്ചു കൊണ്ടുവരാം. എനിക്ക് ബോധമെന്ന കാര്യം അയാൾ അറിയണ്ട. കണ്ണടച്ചു നിൽക്കാം. ദൊപ്പയ്യ മാനുകളെ തേടി പോകുമ്പോൾ കബീഷ് വാലു നീട്ടി വലിയ കല്ലിൻ്റെ അടിയിലെ കല്ലു മാറ്റി. അതോടെ ഠും ഠും ശബ്ദം കേട്ട് ദൊപ്പയ്യ തിരിഞ്ഞു നോക്കി. അയ്യോ, പാറക്കല്ലുകൾ വരുന്നേ! ഠും ഠും. അയാൾ തിരിഞ്ഞോടി. രക്ഷിക്കണേ! ഠും. ഓടി വന്ന ദൊപ്പയ്യ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീണു. അയ്യോ! കല്ലുകൾ കുഴിയിൽ വീഴാത്തതുകൊണ്ട് ദൊപ്പയ്യക്ക് ഒന്നും പറ്റിയില്ല. അയാൾ കയറി വരും മുമ്പ് രക്ഷപ്പെടണം. കബീഷ് വാലു നീട്ടി ദൊപ്പയ്യയുടെ കത്തിയെടുത്ത് തന്നെ കെട്ടിയ കയർ മുറിച്ചു. അയാളുടെ തന്നെ കത്തി എനിക്ക് ഉപകാരമായി. ഹാവൂ!